ശ്രീമതി മേരി ടീച്ചർ, ഇവിടെ ഇന്നലെയാണ് നമ്മൾ അഞ്ചാമത്തെ വലിയ ലോകശക്തിയായി, നമ്മൾ ബ്രിട്ടനെ തോൽപ്പിച്ച് അഞ്ചാമതെത്തി എന്നൊക്കെ അമിത്ഷാ ലോക്സഭയിൽ രാജ്യത്തോട് പറഞ്ഞു. നല്ല കാര്യമാണ്, നമ്മളങ്ങനെ വളരട്ടെ. അങ്ങനെ വലിയ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യം, വിശ്വഗുരുവാകാൻ പോകുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ തീവ്രത ബോധ്യപ്പെടുത്തി മടുത്തു. ഇനി എവിടൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും? ശ്രീമതി മേരി ടീച്ചർ, ഇത് ബോധ്യപ്പെടാത്തതാണോ, ബോധ്യപ്പെടുന്നില്ലെന്ന് നടിക്കുന്നതാണോ? ഹഷ്മി ഇൻട്രോയിൽ തന്നെ ഒരു വാചകം ഉപയോഗിക്കുകയുണ്ടായി. എന്തായിരുന്നു അത്? രാഷ്ട്രീയ പകപോക്കൽ. എനിക്ക് തോന്നുന്നു ഇവിടെ കൃത്യമായും ആ രാഷ്ട്രീയ പകപോക്കലാണ് സംഭവിക്കുന്നത് എന്ന്. അന്ന് പ്രധാനമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ വന്ന് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആരുടെയും ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് കളക്ടറുടെ അവിടെ വെച്ച് കൂടിയ മീറ്റിങ്ങിൽ പറഞ്ഞ് ഒക്കെ കടന്നു പോയത്. അപ്പം നമ്മൾ വിചാരിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും, നാം ആവശ്യപ്പെടുന്ന തരത്തിൽ നമുക്ക് ഫണ്ട് ലഭ്യമാകും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അനക്കമില്ല. അങ്ങനെ വന്ന് അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് മന്ത്രിതല സമിതി കൂടി തീരുമാനമെടുക്കണം. അതായത് അത്യാഹിതത്തിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഇതെല്ലാം പരിശോധിച്ച് കണക്കുകൾ പരിശോധിച്ച് അന്തിമഘട്ടത്തിലെത്തണം എന്ന് പറഞ്ഞ് പതുക്കെ താമസിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് കണ്ടത്. അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ കേസിൽ ഇടപെടേണ്ടി വരുന്നു. ഇടപെട്ട് നമുക്കറിയാം, കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ വിമർശിക്കുന്ന, അതും താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, ഒരുപോലെ വിമർശിക്കുന്ന രീതിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. അതായത് നിരവധി ജീവൻ നഷ്ടപ്പെട്ട് 2 ഗ്രാമങ്ങളിലധികം, ഏകദേശം 3 ഗ്രാമങ്ങളോളം ഡിസപ്പിയർ ചെയ്തു ഒറ്റ രാത്രി കൊണ്ട്. അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ എടുത്തില്ല, 12 മണിക്ക് ശേഷം വെളുപ്പിൽ വരെയുള്ള ആ സമയം കൊണ്ടാണ് ആ ഗ്രാമങ്ങൾ ഒലിച്ചു പോയത്. അപ്പോൾ ഗ്രാമങ്ങൾ മാത്രമല്ല, ജീവിതം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനും, അതായത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. വീടുകൾ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ ഭൂമി തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതെല്ലാം കണ്ട് ഇതൊക്കെ അംഗീകരിച്ച്, അതായത് ശരിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് പ്രധാനമന്ത്രി അന്ന് ഒഴുക്കിയത് മുതലക്കണ്ണീരാണ്. അല്ലെങ്കിൽ ആ സ്നേഹം മുഴുവനും ഇത്ര വേഗം എവിടെ മാഞ്ഞു പോകാനാണ്? മനുഷ്യരെ വശീകരിച്ച് നിർത്താൻ വലിയ ശക്തിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ ഇപ്പോൾ തോന്നുന്നത്. കാരണം അത്ര വികാര പ്രകടനം നടത്തി കടന്നുപോയ മന്ത്രി, ആ കൊച്ചു പെൺകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് അതിനെ ആശ്വസിപ്പിച്ച ആ പ്രധാനമന്ത്രി അങ്ങനെ കടന്നുപോയിട്ടാണ് ഇത്രയധികം നിരുത്തരവാദപരമായ അല്ലെങ്കിൽ ക്രൂരമായ എന്ന് പറയുന്നതായിരിക്കും ശരി രീതിയിൽ നമുക്ക് തരേണ്ട ആ ഫണ്ട് വെട്ടിക്കുറച്ച് വെട്ടിക്കുറയ്ക്കുകയല്ല, നാളെ നീളയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇതിനെ ലെവൽ 3 ആക്കാൻ ആവശ്യപ്പെട്ടു നമ്മുടെ സംസ്ഥാനം. അതിന് തയ്യാറായില്ല, ഇതുവരെയും തയ്യാറായില്ല. ആ ആവശ്യം ഇവിടെ ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. പിന്നെ ലെവൽ 3 ആകുകയാണെങ്കിലുള്ള പ്രയോജനങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു, കടം എഴുതി തള്ളണം. കേരള ബാങ്ക് വഴി കൊടുത്തിരുന്ന കടം എല്ലാം എഴുതി തള്ളി. പക്ഷേ മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കടം എഴുതി തള്ളണമെങ്കിൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റും RBIയും ഇടപെടേണ്ടിയിരിക്കുന്നു. അത് നിർബന്ധമായും ഇടപെടണം. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണ്ടത്ര രീതിയിൽ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ മുന്നിൽ നിർത്തി. അത് കഴിഞ്ഞിട്ടും അനുകമ്പയില്ല, പ്രതികരണമില്ല എന്ന് വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഒരുപോലെ നിശ്ചിതമായി വിമർശിച്ചു. കാരണം ഇത് കളി കാണുക, ഇവർ രണ്ടുപേരും പരസ്പരം ബോളടിച്ച് കളിക്കുകയാണ്. ആരാണ് അതിൻ്റെ തീരാ ദുഃഖം അനുഭവിക്കുന്നത്? നടുക്ക് നിൽക്കുന്ന ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട നിരവധി തരത്തിൽ മുറിവേൽക്കപ്പെട്ട, മാനസികമായും ശാരീരികമായും മുറിവേൽക്കപ്പെട്ട്
തിരിച്ചുവരവിൻ്റെ പാതയിലായിരിക്കുന്ന ഒരു ജനതയാണ് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പൊ ആ ജനതയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് കോടതിയായിരുന്നു. അങ്ങനെ കോടതിയുടെ വിമർശനം ഉണ്ടായിട്ട് പോലും ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയ പകപോക്കലുണ്ട്. വയനാട് ഒരു പക്ഷേ പ്രിയങ്ക ഇത്രയധികം ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ ജയിച്ചു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദിയെ വല്ലാതെ ഒരു വിഷമവൃത്തത്തിലാക്കി കാണും. എന്തിനീ ജനതയെ, അതായത് പ്രിയങ്കയെ ചേർത്ത് പിടിച്ച ഈ ജനതയെ എന്തിന് സഹായിക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ. അത് മാത്രവുമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, അഞ്ചാമത്തെ വലിയ ശക്തിയായി കേരളം മാറിയിരിക്കുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ഹഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ വലിയ ശക്തി ഏതാണെന്നറിയാമോ? അമേരിക്കയാണ്. അവിടുത്തെ GDP എത്രയാണെന്നറിയാമോ? $28 ട്രില്യൺ. അവിടുത്തെ പോപ്പുലേഷൻ 33.5 കോടിയാണ്. ആ 33.5 കോടി എന്ന് പറയുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്നറിയാമോ? $76,000 അധികമാണ് പെർ ക്യാപിറ്റ ഇൻകം. അവിടെ ഇനീക്വാളിറ്റി ഉണ്ട്, എങ്കിലും പെർ ക്യാപിറ്റ ഇൻകം $76,000 അധികമാണ്. ഇനി രണ്ടാമത്തെ GDP ആർക്കാണെന്നറിയാമോ? ചൈനയ്ക്കാണ്. അവരുടെ GDP എത്രയാണ്? $18 ട്രില്യൺ ആണ്. അവരുടെ പോപ്പുലേഷൻ എത്രയാണ്? ഇപ്പം രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷനാണ്. ഒന്നാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷനായിട്ട് ഇന്ത്യ മാറി. ഇനിയിപ്പോൾ നരേന്ദ്രമോദി പറയുന്ന ഈ അമിത് ഷാ പറഞ്ഞ ഈ അഞ്ചാമത്തെ GDP കേരളം ഇന്ത്യയാണ്. ശരി, $3.72 ട്രില്യൺ. പെർ ക്യാപിറ്റ ഇൻകമോ? ലാർജസ്റ്റ് പോപ്പുലേഷനായ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം $2,500-നും $3,000 ഇടയ്ക്ക് കിടക്കുകയാണ്. ചൈനയ്ക്ക് $12,000 എന്ന് ഓർക്കണം. അതേ സമയത്ത് ഇന്ത്യക്ക് $2,500-നും $3,000 ഇടയ്ക്ക് കിടക്കുകയാണ്. ഈ താരതമ്യം കേട്ടാൽ ആരാണ് മൂക്കത്ത് കൈവറിൽ വെക്കാതിരിക്കുന്നത്? അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്ന വാദങ്ങളുടെ പൊള്ളത്തരം കണക്ക് വെച്ച് ടീച്ചർ നിഷേധിക്കുകയാണ്.